എന്റെ പല്ലൊക്കെ സ്ട്രോങ് ആണോ അച്ഛമ്മ? അതോ ഇച്ചിരി വളരാൻ വല്ലതും ഉണ്ടോ? കാരണം എനിക്ക് ചിക്കന്റെ കാലൊക്കെ കടിച്ചു പൊടിച്ച് തിന്നാനുള്ളതാണേ. ഇന്നൊരു ദിവസം മിക്കുമ്പോൾ എന്തൊക്കെ തിന്നാന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിതിനെ വാട്ട ഈറ്റിന്റെ ഡേ എന്ന് പറയും, ഞാനിതിനെ ഒരു ദിവസം തിന്നതും കുടിച്ചതും എന്ന് പറയും. എന്തായാലും മനുഷ്യൻ തിന്നാനോ കുടിക്കാനോ എടുക്കുമ്പോ അപ്പൊ ഈ പട്ടാരങ്കാക്ക പറഞ്ഞിങ്ങി വരും. നോക്കിയിരിക്കത്തേ ഉള്ള കേട്ടോ. അപ്പം മിക്കുമോന് രാവിലെ തയ്ക്കാൻ കുറച്ച് ഡോഗ് ഫുഡും സ്ക്രാമ്പിൾഡ് എഗ്ഗുമായിരുന്നു. സ്ക്രാമ്പിൾഡ് എഗ് എന്താണെന്നറിയോ? ഈ മുട്ട ചിക്കി പൊരിച്ചെടുത്തത്. അത് ഞാനിങ്ങനെ കമുക്കുമ്മ എന്ന് പറഞ്ഞ് അമുക്കി. അത് തൊണ്ടയിൽ കൂടെ ഇറങ്ങിപ്പോൻ കുറച്ച് വെള്ളവും കുടിച്ചു. അത് കഴിഞ്ഞപ്പോ കനത്തിൽ എന്തെങ്കിലും തിന്നാന്നും പറഞ്ഞ് പൂട്ടൊന്നും ട്രൈ ചെയ്തു. പക്ഷെ കിട്ടിയില്ല, കനം ഇച്ചിരി കൂടുതലായിരുന്നു. പിന്നെ ഞാൻ ഈ തുണി ഇച്ചിരി നേരം ഇങ്ങനെ കടിച്ചു നടന്നു. ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 10:30 ആയപ്പം അച്ചുമ്മ ഇച്ചിരി പഴം കട്ട് ചെയ്തുകൊണ്ട് തന്ന്, ഇത് ശോധനയ്ക്ക് നല്ലതാണേ. അതും ഒന്നും നോക്കാതെ കണ്ണും പൂട്ടിനെ പെട്ടെന്ന് തന്നെ തിന്ന്. അപ്പോഴും ഈ പണ്ടാരൻ്റെ വന്ന് പിന്നാപ്പുറവും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൊടുത്തില്ല. പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ഒന്ന് കൂളാവാമെന്നും പറഞ്ഞ് കൂളായ എൻ്റെ അച്ചുമ്മ എനിക്ക് കുറച്ച് തൈര് വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്ന്. അതിനകത്ത് ഐസിട്ടിരുന്നുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടെന്ന് അത് ഞാൻ ക്ലഞ്ചം കുടിച്ചു. ഇപ്പൊ എന്നെ കണ്ട വെണ്ണ കട്ടുവന്ന കണ്ണനെ പോലില്ലേ ഗൈഷ്. ഉച്ചയ്ക്ക് പിന്നെ ഇച്ചിരി ചോറും ഇച്ചിരി ചിക്കനും കുറച്ചധികം ക്യാരറ്റും പമ്പിനും ഒക്കെ കൂടെ ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ സ്ട്രിക്റ്റ് ഡയറ്റ് ആണല്ലോ. അപ്പോഴും ഈ നാണം കെട്ട കാക്ക അപ്പുറത്തെ വീടിന്റെ മണ്ടയ്ക്ക് വന്നിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഈശ്വര, വയറളകായിരുന്ന പതി. ഉള്ളിൽ കൂടെ കണക്ഷൻ പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഡീഹൈഡ്രേഷനും ഉണ്ടാവത്തില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ അച്ഛമ്മ കുറച്ച് കുക്കുമ്പോഴും ആപ്പിളും കൂടെ കുരുവിര നനഞ്ഞുകൊണ്ട് തന്നു. അപ്പോഴും കാക്ക വന്ന് കാക്കയെ മൈൻഡ് ചെയ്യാതെ അതും ഞാൻ അമക്കി. കുടിക്കാൻ കപ്പലൻ്റെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഒരു 2 ബിസ്ക്കറ്റ് തന്ന് അതും ഞാൻ തിന്നു. ഈ കാണുന്ന സിഗരറ്റ് ഒന്നുമല്ല, പല്ലിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചവയ്ക്കുന്ന ശാനമാണ്. അതാരും കാണാതെ പോയി മാറിക്കിടന്ന് കുറച്ച് നേരം ചവച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വീടിന്റെ മുന്നിൽ ഇങ്ങനെ മാറിക്കിടക്കുവാണ്. കാരണം ഓരോ തവണ അച്ഛമ്മ പുറത്തോട്ടിറങ്ങുമ്പോഴും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛമ്മ കുറച്ച് ഡോഗ് ഫുഡ് കൂടെ കൊണ്ടു തന്ന് അതും ഞാൻ തട്ടി. എന്തോ ഭാഗ്യത്തിന് ഇത്തവണ പണ്ടാരക്കാക്ക വന്നില്ല. രാത്രി ഇനി ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു റൗണ്ട് കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കും. നാളെ ഇനി എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്നത് ടെൻഷൻ അടിച്ചും കുറച്ചു നേരം ഇരിക്കുക. അത് കഴിഞ്ഞിട്ടും കിടന്ന് ഉറങ്ങും. ഈശ്വര, ചിക്കൻ ഫ്രൈയും ബീഫും ഒക്കെ സ്വപ്നം കാണിക്കാവല്ലേ.